അവിടുത്തെ പാട്ടുകാരോട് ചോദിച്ചാൽ മതി, സാധാരണക്കാരോട് ചോദിക്കും. ഒറ്റ ചോദ്യം, പാർട്ടിക്ക് മുമ്പ് കൊടുത്ത പരാതികൾ, ഈ വിവാദം ഉണ്ടാകുന്ന ഒരുപാട് മുമ്പ് കൊടുത്ത പരാതികൾ തന്നെ നടപടിയൊക്കെ ഉണ്ടാവാത്തതുകൊണ്ടാണ് പിന്നീട് ഈ അവസ്ഥയിലേക്ക് കാര്യത്തിനെ തന്നെ പറയുന്നത്. ആ പരാതികൾ പുറത്തുവിടുന്നു പറഞ്ഞു. ഏതെങ്കിലും പരാതികൾ പുറത്തുവിടാൻ ഞാനിന്നലെ രാത്രി സാധാരണ മനുഷ്യരുടെ അതിൽ കാറ്റഗറിയിൽ ഉണ്ടാകാൻ ഇല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടാകാനില്ല. ഞാൻ ഒരാളെയും ഞാൻ പിന്തുണ ചോദിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരോടാണ്. അവരോട് ഞാനിങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കുന്നുണ്ട്. ആ മനുഷ്യർ നൽകുന്ന പിന്തുണയാണല്ലോ ഞാനീ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പം ജയിലിലോട്ട് നേരം കഴിഞ്ഞു. അപ്പോൾ അവർക്ക് മാത്രമാണ് പ്രതീക്ഷ. ഈ ഞാൻ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങളിൽ യോജിക്കുന്ന എല്ലാവർക്കും യോജിക്കാം. താങ്കൾ ഒരു വിഷയം ഉന്നയിച്ചത് രാഷ്ട്രീയമായിരുന്നു, അല്ലെങ്കിൽ പിന്നാലെ ഇത് RSS ബന്ധത്തിലേക്ക് പോയി. താങ്കളെ പോപ്പുലർ ഫ്രണ്ടും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ മൊത്തത്തിൽ വർഗീയതയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ CPM ഭാഗത്തുണ്ടാകും. താങ്കൾ ഉന്നയിച്ച ആരോപണം ജില്ലാ സെക്രട്ടറി RSS ആണ്. ഇതൊരു തെറ്റായ രീതിയിലേക്ക് നമ്മുടെ ജില്ലയിൽ മലപ്പുറത്ത് ഒരുപാട് പാരമ്പര്യമുള്ള ദേശീയ മുസ്ലിങ്ങളുടെ ജില്ലയാണ്. ഇത് പുറത്ത് ജില്ലയെ കൂടുതൽ ബഹുമാനിക്കാൻ വർഗീയമായ ഒരു കാരണമാവില്ലേ? തീർച്ചയായിട്ടും അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു 4 വോട്ടിന് അല്ലെങ്കിൽ വോട്ട് ഇതുകൊണ്ട് കിട്ടില്ല. ഇപ്പോൾ CPM എടുക്കുന്ന ഈ നിലപാട് കൊണ്ട് ഉള്ള വോട്ട് കൂടി പോകും. ഹിന്ദുക്കളെ വോട്ടും പോകും, മുസ്ലിങ്ങളെ വോട്ടും പോകും. രണ്ടും കിട്ടാത്ത അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇത് അവർക്ക് അവരുടെ ചില നേതാക്കന്മാർക്ക് രക്ഷപ്പെടാൻ ഉള്ള ഒരു വഴി മാത്രം അവർ തേടുകയാണ്. അതാണ് ഈ പറയുന്ന മുസ്ലിം പ്രീണനമായിരുന്നു പാർട്ടിയുടെ പരാജയം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒറ്റ കാരണം. അത് പറഞ്ഞുകൊണ്ട് ചില ആളുകളെ സുഖിപ്പിക്കണം. പറയുന്നത് ജില്ലാ സെക്രട്ടറിക്കെതിരെ RSS ബന്ധം അല്ല, അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ പറയുന്ന ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഞാൻ പണം കൊടുത്തപ്പോൾ, MLA ഫണ്ട് ഏരിയസിന് കൊടുത്തപ്പോൾ ഈ പാർട്ടിയുടെ നിലപാടില്ല, കൊടുക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അന്ന് അദ്ദേഹത്തോട് ചോദിച്ചത് എല്ലാ സമുദായങ്ങളുമല്ലേ, ഇവിടെ പഠിക്കുന്ന കുട്ടികളല്ലേ, എന്തുകൊണ്ടാണ് എയ്ഡഡ് സ്കൂള് അല്ലെങ്കിൽ സർക്കാർ സ്കൂളാക്കിക്കൂടെ? ഇവിടെ സർക്കാർ സ്കൂൾ ഉണ്ടാക്കാനും കഴിയില്ല, എയ്ഡഡ് സ്കൂളുകൾക്ക് സഹായം കൊടുക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ ആരോടുള്ള അനീതിയാണ്? ആ ജനങ്ങളോടുള്ള അനീതിയല്ലേ? ഈ MLA ഫണ്ടിൽ പാർട്ടി ജില്ലാ നേതൃത്വം ഇടപെടാറില്ല, MP ഫണ്ടിൽ മാത്രമാണ്. അത് തന്നെ ഇളവന ഗരീബിന്റെ ഫണ്ട് ഏറ്റവും കൂടുതൽ താങ്കൾ പറഞ്ഞ പ്രകാരം നിലമ്പൂർ മണ്ഡലത്തിലാണ് നൽകിയെന്നാണ് ഇന്നലെ വാർത്താസമ്മേളനത്തിൽ അവർ പറഞ്ഞത്. MLA ഫണ്ട് MLA-മാർക്ക് ഉപയോഗിക്കാം. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഈ പാർട്ടിയിലേ നടക്കുമോ? ഏരിയ കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. ഏരിയ കമ്മിറ്റിയുടെ കത്ത് ഇപ്പം ഓഫീസിൽ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഓഫീസിൽ പോകാൻ തയ്യാറുണ്ടോ? ഈ പറയുന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞ് ഞാൻ ഇപ്പം തെളിച്ചുതരാം. ഈ വർഷത്തെ കൊടുക്കറിൻ്റെ ഫണ്ടിൻ്റെ ഓരോ പഞ്ചായത്തിലും LC സെക്രട്ടറിമാർ തന്ന കത്ത് ലിസ്റ്റ് അവിടെ ഉണ്ട്. അവിടെ കൽപ്പനാരെങ്കിലും ഉണ്ടോ? എപ്പെടുത്ത് കൊടുക്കാൻ പറയാം. ഇങ്ങനെ ഇതാണ് ആടിനെ പട്ടിയാക്കാന്ന് പറഞ്ഞത്. ഇതാണ് ആടിനെ പട്ടിയാക്കുന്നത്. ജില്ലാ നേതൃത്വം പാർട്ടി നേരിട്ട് ഇടപെടുക ചെയ്യുന്നത്. അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വന്നിട്ട് അവിടെ കോൺഗ്രസ്സുകാരോ ലീഗാരോ ഒരു ആവശ്യമായ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പറയുവാണ് അത്യാവശ്യമായവരോടോ. അതിൽ പാർട്ടി സെക്രട്ടറിമാരെ എതിർപ്പ് പറയാറില്ല. ബാക്കി 85-90% 90 ഉണ്ടാവും. കാരണം ഞാൻ ഈ അധികാരമെല്ലാം കൂടെ തലയിൽ വെച്ച് നടക്കാറില്ല. ഇതെല്ലാം ഇവർക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ വൈബ്രിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം അത് എനിക്ക് ഏറ്റവും ആശ്വാസമാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിനും പിന്നെ ഇങ്ങനെ മൈക്രോസ്കോപ്പ് പിടിച്ച് നടക്കേണ്ട ഗതികേട് എൻ്റെ ആവശ്യമില്ല. അധികാരം അങ്ങനെ തന്നെയാണ്. ആ പാർട്ടി സെക്രട്ടറിമാർക്ക് പരമാവധി പവർ കൊടുക്കാനാണ് ഞാൻ പരിശ്രമിക്കല്. എന്തുകൊണ്ടാ അത് അവർക്ക് കൊടുത്താലല്ലേ ഈ പാർട്ടി വളരുള്ളൂ. ഒരു ബ്രാഞ്ച് സെക്രട്ടറിക്ക് കൊടുത്തെങ്കിൽ അവിടെ പാർട്ടി പ്രവർത്തനം നടക്കുള്ളൂ. അപ്പോൾ അവർക്ക് അധികാരം കൊടുക്കാറാണ് ഞാൻ പാർട്ടിയുമായിട്ട് നിലമ്പൂർ ഏരിയ കമ്മിറ്റിയുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ലല്ലോ ഉണ്ടെന്ന് പറയട്ടെ. 8 കൊല്ലത്തിനടുക്ക് ഒരു LC സെക്രട്ടറി ആയിട്ട് PV എന്ന് പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് പറയിക്കട്ടെ. ഇപ്പം വേണമെങ്കിൽ മൈക്കിന് മുമ്പിൽ ഒന്ന് അത് പറഞ്ഞാൽ പറയരുത്. ഒരാളുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവരൊക്കെ പ്രവർത്തിക്കുന്നത് ഈ പാർട്ടിക്കും MLA എന്ന നിലയ്ക്ക് എനിക്കുമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരോട് പെരുമാറാറുള്ളത്. ഒരു സാധാ മനുഷ്യനോട് പെരുമാറുന്ന അവന് കൊടുക്കുന്ന പരിഗണന വലിയ ആളുകൾക്ക് കൊടുക്കുന്ന അതേ പരിഗണന ഒരു സാധാരണക്കാരൻ ഓഫീസിൽ വന്നാലും നമ്മൾ കൊടുക്കാറുണ്ട്. ഞാൻ ഈ പാർട്ടി ഓഫീസ് ചുങ്കത്തറ പാർട്ടി ഓഫീസ് പൊളിച്ചിട്ടു. അത്യാവശ്യം മോശമില്ലാത്തൊരു ഓഫീസായിരുന്നത്, ഒരു കാരണമില്ലാതെ പൊളിച്ചിട്ടു. ഇപ്പം എത്ര കൊല്ലമായി? 4 കൊല്ലമായി ആ ഓഫീസ്. തിരിച്ചു പണിയാൻ പാർട്ടിക്ക് പറ്റിയിട്ടില്ല. പോത്തുകല്ല് പാർട്ടിക്കൊരു ഓഫീസില്ല.
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.